കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ലോകമെങ്ങും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയുടെ പങ്കാളികളാ, പ്രേക്ഷകരല്ല. നമ്മൾ ഒന്നിച്ച ഈ ടെലിവിഷൻ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവകൃപയാൽ 10,000 വ്യക്തികളുടെ വിടുതൽ, സൗഖ്യങ്ങൾ, ജീവിത രൂപാന്തരങ്ങൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ സംതൃപ്തിയാണ്. കഴിഞ്ഞ പല TV പ്രേക്ഷക മീറ്റിങ്ങുകളിലും ചെന്നപ്പോൾ നമ്മളുടെ ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടതിലൂടെ, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞതിലൂടെ മദ്യപാനം മാറിയവർ, തകർന്ന കുടുംബങ്ങൾ ഒന്നായി തീർന്ന അത്ഭുതങ്ങൾ, കൂടാതെ ഡോക്ടർമാർക്ക് പോലും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു നിന്ന സ്ഥാനത്ത് അത്ഭുതകരമായ സൗഖ്യം കിട്ടിയവർ, ഇങ്ങനെ പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിന് എന്തൊരു സന്തോഷമാണ്. ഞാൻ വീണ്ടും എല്ലാ TV പ്രേക്ഷക മീറ്റിങ്ങിലും തങ്കുപുത്രൻ ഞാനും ഞങ്ങൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒന്നല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇത് ചെയ്യുന്നു. ആരാ സുവിശേഷം പറയേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് അടുത്ത ആളോട് ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കുക എന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നത്, നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ, വിളി കേട്ടെങ്കിൽ യേശു കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന വചനം പത്രോസ് പറയുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഈ TV പ്രോഗ്രാമിന്, നമുക്കറിയാമല്ലോ, ഒരു കൺവെൻഷൻ സ്ഥലത്ത് എല്ലാവർക്കും വരാനൊക്കില്ല. എന്നാൽ ഈ TV പ്രോഗ്രാം എല്ലാ ഭവനങ്ങളിലും കടന്നു ചെല്ലുക. നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലിൻ്റെ അവൻ്റെ ഭൗതിക അനുഭവം എങ്ങനെ ആയിരിക്കണം, അവൻ്റെ സാമ്പത്തിക മേഖല എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് ദൈവവചനം എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പൊതുവെ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണെന്നും യേശുക്രിസ്തു താൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, ദൈവത്തെയും പണത്തെയും ഒന്നിച്ച് സേവിക്കാൻ പറ്റത്തില്ലെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യാഗ്രഹത്തിന് പണം നിമിത്തം ഒത്തിരി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ തല തല്ലിക്കീറിയിട്ടുണ്ട്. അതിരുവഴക്കുകൾ നടന്നിട്ടുണ്ട്. പണത്തിന് ഒത്തിരി ദൂഷ്യവശങ്ങളുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നവരാ, കുക്കിംഗ് ഗ്യാസ് ആദ്യം നമ്മൾ മേടിക്കുമ്പോൾ കമ്പനിയിൽ നിന്നുള്ള ആൾ വന്നിട്ട് അതിൻ്റെ അപകട വശങ്ങളെല്ലാം ആദ്യം പറയുമ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ പൊന്നെ പൊട്ടിത്തെറിക്കുമല്ലോ, ആണെങ്കിൽ വീട് കത്തിപ്പോലെ, കൊണ്ട് ഗ്യാസ് ഉപയോഗിക്കാതിരുന്നാൽ എന്താ? അങ്ങനെ ചിന്തിച്ചവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷേ നമ്മുടെ എല്ലാം വീട്ടിൽ കുക്കിംഗ് ഗ്യാസ് ഉണ്ട്. ഇതുവരെ ദൈവകൃപയാൽ പൊട്ടിത്തെറിച്ചുമില്ല. ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്കും ഒരു ദൂഷ്യവശമുണ്ടെങ്കിലും പലതും ദൈവം നന്മയ്ക്കായിട്ട് തന്നതാണ്. അങ്ങനെ നന്മയ്ക്കായിട്ട് തന്നതാണ് പണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, പണമല്ല അഴുക്ക്, പണം കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ അഴുക്കാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാട്ട്. നല്ല ആൾക്കാരുടെ കയ്യിൽ പണം നല്ലതായിരിക്കും, അഴുക്ക് ആൾക്കാരുടെ കയ്യിൽ പണം അഴുക്കായിരിക്കും. കുക്കിംഗ് ഗ്യാസ് അതിൻ്റെ വേണ്ട നിലയിൽ ശ്രദ്ധയോടുകൂടെ ഉപയോഗിച്ചാൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട വീട്ടമ്മമാർക്ക് നല്ല ഒന്നില്ല. എന്നാൽ അശ്രദ്ധമായി അത് തുറന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മണം അടിച്ചിട്ടും തീപ്പൊള്ളിക്കോൾ ഒഴുക്കുകയൊക്കെ ചെയ്താൽ സ്ഫോടനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. 1-2 പേരോട് പറഞ്ഞ് പ്രയോജനമുള്ളതാണ് പണം. ദൈവവചനം പറയുന്ന പ്രിക്വേഷൻസ് ഒക്കെ നോക്കി അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോഴും പണം ആവശ്യമായിരുന്നു.
ദൈവപുത്രന് ടാക്സ് കൊടുക്കേണ്ടി വന്നപ്പോൾ തനിക്ക് എന്ത് വേണ്ടി വന്നു? പണം വേണ്ടി വന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ചില സഹോദരിമാരും മറ്റു ചിലരും തൻ്റെ കൂടെ നടന്ന് അവരുടെ വസ്തുവകകൾ കൊണ്ട്, സാമ്പത്തിക നന്മകൾ കൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്തു എന്നും നമ്മൾ വായിക്കുന്നു. കർത്താവ് പണം കൈകാര്യം ചെയ്തിരുന്നു. കർത്താവിന് പണവും ഉണ്ടായിരുന്നു. തൻ്റെ ഫണ്ട് നോക്കാൻ ഒരു ട്രസ്റ്റിയും ഉണ്ടായിരുന്നു. നമ്മളൊരു വേദഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, അവൻ യൂദായോട് എന്തോ പറയുന്നത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി ദരിദ്രർക്ക് വല്ലതും കൊടുക്കാൻ അവനെ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് ദരിദ്രനല്ലായിരുന്നു, താൻ സമ്പന്നനായിരുന്നു, അവൻ കൊടുക്കുന്നവനായിരുന്നു, അവൻ എല്ലാറ്റെയും നിറയ്ക്കുന്നവൻ്റെ നിറവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ തന്നെ പണം ഏറ്റവും അഴുക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പണം നിമിത്തം വിദ്വേഷം വരാം, പിണക്കം വരാം, പണത്തിന് വേണ്ടി കൊലപാതകം നടക്കാം. ഇന്ന് ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. പണം നല്ലതാണ്, ദൈവമക്കളുടെ കയ്യിൽ അത് അനുഗ്രഹമാണ്, അത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. അടുത്തിരിക്കുന്ന ആളെ പറഞ്ഞാട്ടെ, കൈ തന്നെ ഇരുന്നാൽ പൂത്തു പോകും. അപ്പോൾ നമ്മൾ പറയുന്ന അങ്ങേരുടെ കയ്യിൽ പൂത്ത കാശുണ്ട്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും ദൈവം വെറുക്കുന്നു. എന്നാൽ പണത്തിൻ്റെ ഒരു പ്രത്യേകത, അതെപ്പോഴും ഒഴുകേണ്ടതാണ്, അത് അടുത്ത ആളിലേക്ക് പോകേണ്ടതാണ്. അതിന് ചക്രമെന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അത് വിതയ്ക്കുകയും നിനക്ക് പിന്നെയും അത് നന്മയായി വരികയും നിനക്ക് ലഭിച്ച നന്മയിൽ വീണ്ടും ചിലരെ സഹായിക്കാൻ, ചില നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാനും അതിനകത്തുണ്ട്. അങ്ങനെ നിനക്കും എനിക്കും ലഭിക്കുന്ന നന്മ വഴി അനേകർ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ ഒരു നല്ല ദാനമാണ് പണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു കാര്യം കൂടെ അറിയണം, നിങ്ങൾക്ക് ലഭിക്കുന്നത് മുഴുവൻ നിങ്ങളുടേതല്ല. എന്നോടും അത് തന്നെ നിങ്ങൾ പറയണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, സഹോദര, നിങ്ങൾക്ക് ലഭിക്കുന്ന പണം മുഴുവൻ നിങ്ങളുടേതല്ല. മറ്റാർക്കു വേണ്ടി ഉള്ളതോ കൂടെ ദൈവം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ദൈവം നോക്കുക, ഇവനിത് എങ്ങനെ ഉപയോഗിക്കും, ഞാൻ മോഷ്ടിക്കുമോ അവർക്ക് കൊടുക്കുമോ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്രിസ്തുവിൽ വിശ്വസിച്ചൊരു വ്യക്തി അല്ല, എല്ലാ മനുഷ്യരും അവരുടെ പണം പല കാര്യങ്ങളിൽ ഉപയോഗിക്കണം. ഒന്ന്, സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. രണ്ട്, രാഷ്ട്ര നിർമ്മിതിയിൽ നമ്മളൊരു ഭാഗം കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുക്കണം, രാഷ്ട്ര നിർമ്മിതിയിൽ ഭാഗമാകണം. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, രാജ്യത്തെ കളിപ്പിക്കരുത്. ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം പറഞ്ഞാട്ടെ. ഫോൺ ബില്ല് കൊടുക്കുമ്പോൾ സന്തോഷിക്കണം, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, ശപിച്ചോണ്ട് ഫീസ് കൊടുക്കരുത് പറഞ്ഞാട്ടെ. നിങ്ങൾ വണ്ടി ഓടിച്ചു പോയപ്പോൾ പുറകിൽ ഒരു ഫ്ലാഷ് മിന്നി, നിങ്ങളുടെ വണ്ടി സ്പീഡിൽ ഓടിയപ്പോൾ 400 രൂപ ഫൈൻ അടച്ചു. എനിക്കിത് എങ്ങനെ അറിയാമെന്ന് ചോദിക്കും. കഴിഞ്ഞ കൊല്ലം ഞാൻ അടയ്ക്കേണ്ടി വന്നു, ഈ അടുത്ത ദിവസവും ഞാൻ അടയ്ക്കേണ്ടി വന്നു. ഞാൻ സ്പീഡിൽ ഓടിച്ചതല്ല, എൻ്റെ വണ്ടി ഓടിച്ചൊരു സഹോദരൻ സ്പീഡിൽ ഓടിച്ചു. നമ്മളെ ഫ്ലാഷ് കാണുമ്പം ചിരിക്കുന്നത് പോലെ ഈ ഫ്ലാഷിന് ചിരിച്ചിട്ട് കാര്യമില്ല, അല്പം കഴിയുമ്പോൾ ബില്ല് വീട്ടിൽ വരും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഫൈൻ പോലും നമ്മൾ ദുഃഖത്തോടെ കൊടുക്കരുത്, അതും രാഷ്ട്ര നിർമ്മിതിയില്ല. വേറെ ഒരു ഭാഗം എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയിൽ, നിനക്ക് ലഭിച്ച ശമ്പളത്തിൽ, നിനക്ക് ലഭിച്ച കൃഷിയിടത്തിൽ നിന്ന് ലഭിച്ച നന്മയിൽ ഒരു ഭാഗം രാഷ്ട്രത്തിനാണ്, ഒരു ഭാഗം നിനക്കും നിൻ്റെ മക്കൾക്കും നിനക്ക് വേണ്ടിയുള്ളതാണ്, വേറൊരു ഭാഗം നിൻ്റെ ദേശത്ത് കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ്. ന്യായപ്രമാണപ്രകാരം പോലും പറയുമ്പോൾ യഹൂദനോട് പറയുകയാണ്, നീ നിൻ്റെ കൃഷി ഇറക്കി ആ കൃഷി കൊയ്യുമ്പോൾ വയലിൻ്റെ അരിക് തീർത്ത് നീ എന്ത് ചെയ്യരുത്, കൊയ്യരുത്. അതിൻ്റെ അരികിലുള്ള കുറച്ച് കൊയ്യാതെ വിട്ടേക്കണം. കൂടാതെ കാല പെറുക്കരുത്, കൊയ്ത് കഴിഞ്ഞിട്ട് അവിടെ വീണത് മുഴുവൻ നുള്ളി പെറുക്കരുത്. അത് ദരിദ്രർക്കും വിധവമാർക്കും പരദേശികൾക്കും ദൈവം വെച്ചിരിക്കുകയാണ്. സാമ്പത്തിക നന്മയിൽ ഒരു ഭാഗം നമുക്കുള്ളതാ, ഒരു ഭാഗം രാഷ്ട്ര നിർമ്മിതിക്കുള്ളതാ, ഒരു ഭാഗം കഷ്ടപ്പെടുന്നവർക്കുള്ളതാ, ഇനി ഒരു ഭാഗം ദൈവത്തിന് നന്ദി കരയറ്റാനുള്ളതാണ്. ഞാൻ അധ്വാനിക്കുമ്പോൾ എന്നെ പോലെ അനേകർക്ക് ജോലി കിട്ടിയില്ല, എന്നേക്കാൾ ഡിഗ്രിയുള്ള ആരോ ജോലി കിട്ടാതിരിക്കുന്നു, വേറെ ചിലർ തളർന്ന് കട്ടിലിൽ കിടക്കുന്നു, വേറെ ചിലർ പഠിച്ച വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ജോലി കിട്ടി, എനിക്ക് ആരോഗ്യം തന്നു, അധ്വാനിപ്പാൻ ശക്തി തന്നു. ഇതെല്ലാം തന്ന ഒരു സർവേശ്വരനായ ദൈവത്തോട് നന്ദി അർപ്പിക്കാൻ ദൈവവേലയിൽ ഞാൻ കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ദൈവവേലയിൽ കൊടുക്കുന്നതിന് അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട്, ഒരു നന്ദി അർപ്പണമുണ്ട്. കർത്താവേ, എനിക്കിത് നീ തന്നതാ. അപ്പോൾ എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്ന കാര്യമാണ്, ദൈവനാമത്തിൽ ആരെങ്കിലും കൊടുത്തോ അവരും അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. പഴയ നിയമത്തിലെ യഹൂദൻ എന്ത് ചെയ്യുമായിരുന്നു? അവരിലെ വരുമാനത്തിൻ്റെ 10% ആലയത്തിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. ലോകത്തിലെ എല്ലാ ദൈവവിശ്വാസികളും അവർക്ക് ലഭിക്കുന്നതിൽ ഒരു ഭാഗം ദൈവത്തെ ഓർത്ത് ദൈവിക ശുശ്രൂഷയിൽ കൊടുക്കുന്നു. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. ഏതളവ്? ദൈവം തമ്പുരാൻ കൊടുക്കുന്ന വ്യക്തിയെ അനുഗ്രഹിച്ച് നിറയ്ക്കും. ആ നിറവ് ഏതളവായിരിക്കും? പറഞ്ഞാട്ടെ. കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. അനുഗ്രഹം കവിഞ്ഞൊഴുകും. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ ദാവീദ് പറയുക, യഹോവ അഥവാ യേശു എൻ്റെ ഇടയനാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഉറക്കെ പറ, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. യേശു എന്ന ഇടയനാണ് നമ്മളെ നടത്തുന്നെങ്കിൽ ഈ 4 വഴിയിലും നമ്മൾ വിശ്വസ്തരായിരിക്കും. ആ ഇടയൻ നടത്തുമ്പോൾ ചിലപ്പം ചില കൂരിൽ താഴ്വര വരും, പേടിക്കണ്ട, അവൻ്റെ വടിയും കോലും നിന്നെ നടത്തുകയും പച്ചയായ പുൽപ്പുറങ്ങളിൽ നീ തിന്ന് തൃപ്തനായി കിടന്ന് സ്വസ്ഥത അനുഭവിക്കുന്നത് പോലെ ഭൗതിക ഏറിയായിൽ ദൈവം അനുഗ്രഹിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നിട്ട് പറയാണ്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. എല്ലാവരും പറഞ്ഞ നിറവ് എനിക്ക്, കവിച്ചിൽ മറ്റുള്ളവർക്ക്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കൊരിന്ത് ലേഖനകാരൻ പറയുമ്പോൾ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും ദൈവം കൊടുക്കും. ഭക്ഷിപ്പാൻ ആഹാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, അതും തരും. പിന്നെ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി വിതയ്ക്കുക. പക്ഷെ പറയാം, വിതയ്ക്കുന്നത് പിന്നെയും 100 മടങ്ങായി എൻ്റെ അടുക്കൽ വരും. രാഷ്ട്ര നിർമ്മിതിയിൽ കൊടുത്താൽ, ദൈവനാമത്തിൽ കൊടുത്താൽ, കഷ്ടപ്പെടുന്നവന് കൊടുത്താൽ അത് നഷ്ടപ്പെടുകയല്ല, 100 മടങ്ങായി മടക്കി ലഭിക്കും എന്ന് ദൈവവചനം പറയുന്നതിനാൽ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ചിലർ സ്തോത്ര കാഴ്ച എടുക്കുമ്പോൾ നോട്ടെടുത്ത് നോക്കി, എത്ര നാളായി നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞതാ, എന്നെ വിട്ടുപോവുകയാണോ എന്നൊക്കെ ചോദിച്ച് കണ്ണുനീരോടെ വിട പറയുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോയെന്നൊരു സംശയം. എന്നാൽ പൗലോസ് പറയാണ്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുക്കുമ്പോൾ അതേ നോക്കി, ആ നോട്ടെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോയി വാ. കൈ കൊടുത്ത് പറഞ്ഞ സ്തോത്ര കാഴ്ച ഇടുമ്പോൾ പോവുകയാണോ എന്ന് ചോദിക്കരുത്, പോയി വാ എന്ന് പറയണം. പറഞ്ഞാട്ടെ. കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുമ്പോൾ എല്ലാം കിട്ടാൻ വേണ്ടിയല്ല, അവൻ്റെ വേദന കണ്ട് വേണം കൊടുക്കാൻ. ശരിയാ, ദൈവം 100 മടങ്ങ് മടക്കി തരും. പക്ഷേ 2 വെച്ച 4 വെയ് രാജാ വെയ്, അതല്ല സ്തോത്ര കാഴ്ച. എനിക്കെന്ത് കിട്ടുമെന്നല്ല, ആ സമയത്ത് അവൻ്റെ വേദന മാറണം, എൻ്റെ മനോഭാവം കറക്റ്റ് ആയിരിക്കണം. കർത്താവ് 100 മടങ്ങായി അനുഗ്രഹിക്കും. ഇങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ വിശ്വസ്തയോടെ പോകുമ്പോൾ ക്രിസ്തു നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണും. പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 28-ാം വാക്യത്തിൽ, എഫേസ്യർ 4:28 പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വേദഭാഗം ഒന്ന് നോക്കിയാട്ട് വായിക്കാം. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിച്ചോളൂ അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുകയല്ല, അധ്വാനിക്കണം. കൈയെടുത്ത് പറഞ്ഞാൽ അധ്വാനിക്കണം. പത്രോസിന്റെ വള്ളത്തേൽ കയറി ശൂന്യമായ വള്ളമായിരുന്നു, ഒന്നും കിട്ടിയില്ലായിരുന്നു. യേശു വന്നു, പക്ഷെ അവനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? വല ഇറക്കണം, ചൂണ്ടയിടണം, നീ ചെന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്. അധ്വാനിക്കാൻ ചില വഴി കർത്താവ് തുറന്നു തരും. നിന്റെ അധ്വാനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നമ്മൾ വായിക്കുന്നു, പത്രോസിന്റെ വള്ളം നിറഞ്ഞു. പത്രോസിന്റെ വള്ളം നിറഞ്ഞല്ല, നിറഞ്ഞ് കവിഞ്ഞു. കവിഞ്ഞോ ഇല്ലയോ? ആ വള്ളത്തിൽ വീണ്ടും മീനിട്ടാൽ ആ വള്ളം മുങ്ങുന്ന മട്ടായപ്പോൾ അടുത്ത വള്ളങ്ങളെയും കൂടെ വിളിച്ച് നിറച്ചെങ്കിൽ യേശു കയറിയ വള്ളമാകുന്ന നിന്നോട് പറയുന്നു, കർത്താവ് പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോയിക്ക്, നീ നിറയും, കവിഞ്ഞ് ഒഴുകി അനേകർക്ക് കൊടുക്കാൻ എന്നെയും നിങ്ങളെയും കർത്താവ് നിറയ്ക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാണ് ദാനം ചെയ്യും വിധത്തിൽ
നമ്മൾ നിറയുന്നതാണ് ദൈവ പദ്ധതി. ഹലോ, കഷ്ടിച്ച് കഷ്ടപ്പാട് മാറുന്നതല്ല പദ്ധതി, ഇതാ ദൈവ പദ്ധതി. അപ്പോസ്തലന്മാർ മുഖേന ദൈവം ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് വെച്ച പദ്ധതി നിന്റെ അരിഷ്ടത കഷ്ടിച്ച് മാറുകയല്ല, ആ ബില്ലുകളെല്ലാം ജസ്റ്റ് പേ ചെയ്യുന്നതല്ല, നിന്റെ കാര്യം നടന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടെ നിന്റെ കൈകളിൽ ഉണ്ടാകുന്നതാണ്. ഒരു ദൈവവൈതൽ മോഷ്ടിക്കണ്ട, ആരുടെയും വേണ്ടാത്ത രീതി പിടിച്ചു പറിക്കണ്ട, അർഹമല്ലാത്തത് എടുക്കണ്ട. ദൈവം നിനക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കും, നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. നിന്റെ വലയിൽ കയറാൻ മീനുകൾ ക്യൂ നിൽക്കും. നിന്റെ വള്ളത്തിൽ യേശു ഉള്ളതിനാൽ അത്ഭുതം നടക്കും. അതാണ് ഒന്നുകൂടെ വാക്യം വായിച്ചേ. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന്. മുട്ടുള്ളവന് ദാനം എന്റെ മുട്ട് മാറുകല്ല, പിന്നെ പറഞ്ഞേ, മുട്ടുള്ളവന് ദാനം ചെയ്യാനും ഉണ്ടാകത്തക്കവണ്ണം കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് നിന്റെ പ്രവൃത്തിയെ കർത്താവ് അത്ഭുതമാക്കും. കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്ര വേണ്ടത്. 1 തെസ്സലോനിക്കർ 4:12 ഏകദേശം ഇതേ കാര്യം പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തുന്നു. വായിച്ചാട്ടെ. ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒന്നിനും മുട്ടില്ലാതെ നീ ആകണം. കൈ കൊടുത്ത് പറഞ്ഞാൽ അതാ ദൈവഹിതം. ചെല്ലു പറയുന്നത് എന്നാന്നറിയോ? ഇപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര ടൈറ്റാ, കർത്താവ് എന്നെ പരിശോധനയെ കൂടെ നടത്തുകയായിരിക്കും. അല്ല, ഒന്നിനും മുട്ടില്ലാതിരിക്കുന്നതാണ് ദൈവ പദ്ധതി എന്ന് ഈ വചനം വിളിച്ചു പറയുന്നു. തോമസ് ഊട്ടി ബ്രദർ അല്ല പറയുന്നത്. നിന്റെ ദാരിദ്ര്യം, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇത് ദൈവം എന്നൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണെന്നൊരു ചിന്ത ഇരുന്നാൽ തന്നെ സാത്താൻ അത് മുതലെടുക്കും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 8:9 നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. യേശു എവിടാ ദരിദ്രനായത്? ഞാനും പ്രസംഗിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും യേശു ജനിച്ചത് ദരിദ്രനായിട്ടാണ്. അല്ല, തെറ്റിപ്പോയി. യേശു ദരിദ്രനായിട്ടല്ല ജനിച്ച്. യേശുവിനെ സ്വീകരിച്ചവർ ദരിദ്രനായിരുന്നു. അവരെ കൊണ്ട് കിടത്തിയവരുടെ രാജാവാണെന്ന് അറിയാതെ അവനെ കൊണ്ട് കിടത്തിയത് ദരിദ്ര സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ചെല്ല് പറയുന്നത് അവനെ കാണാമെന്ന വിദ്വാന്മാർ ഇന്ത്യക്കാരായ മഹർഷിമാരായിരുന്നെന്ന, നക്ഷത്രശാസ്ത്രത്തിൽ പ്രവീണർ. അവർ മാത്രമേ ഉള്ളൂ രാജാവിനെ പോലെ കർത്താവിനെ സ്വീകരിച്ച്. അമ്മയ്ക്കും പിടികിട്ടിയില്ല, ജോസഫിനും പിടികിട്ടിയില്ല, യഹൂദനും പിടികിട്ടിയില്ല, ഹെരോദാവിനും പിടികിട്ടിയില്ല. അവരൊക്കെ ഏതാണ്ട് കന്നുകാലി കൂട്ടിക്കൊണ്ട് കിടത്തി. പക്ഷെ നമ്മുടെ നാട്ടുകാർ, ഇന്ത്യക്കാരെന്ത് ചെയ്യുന്നറിയാമോ? അവർ കന്നുകാലിക്കൂടി നോക്കുന്നവരല്ല, നക്ഷത്രം നോക്കുന്നവരാണ്. നമ്മുടെ ഇന്ത്യക്കാരായ വൈജ്ഞാനികന്മാരെന്ത് ചെയ്യുന്നറിയാമോ? അവർ കയ്യിലെടുത്തത് ഏതോ പാവപ്പെട്ടവന് കൊടുക്കുന്ന കീർത്തിശീലയല്ല, അവർ കയ്യിലെടുത്തത് പൊന്ന്, മൂര്, കുന്തിരിക്കം അവരെടുത്തുകൊണ്ട് യേശു കണ്ട് മുമ്പിൽ ചെന്ന് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന്, എന്തുവാ? ഹലോ, പഴയ കൊട്ട തുറന്ന് നല്ല എഴുതിയിരിക്കുന്ന, പിന്നെ നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു. യഹൂദന്മാരുടെ രാജാവ്. അവര് വന്നിട്ട് ഹെരോദ രാജാവിനോട് ചോദിച്ചു, രാജാവായി പിറന്നവൻ എവിടെ? അപ്പൊ യേശു ദരിദ്രനായിട്ടല്ല പറഞ്ഞ, രാജാവായി പറഞ്ഞു. ബുദ്ധിയുള്ള ഇന്ത്യക്കാർക്ക് പിടികിട്ടുന്ന കൈ കൊടുത്ത് പറ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഇവിടെ ആരൊക്കെ പ്രസംഗിക്കുക? എത്ര നാൾ യേശു ദരിദ്രനായിട്ട് പറഞ്ഞെന്ന് ഞാനും പ്രസംഗിച്ചതാ. മാനസാന്തരപ്പെട്ടു. ഈ വചനം എനിക്ക് വെളിപ്പെട്ടതോടെ എൻ്റെ കർത്താവ് ദരിദ്രനല്ല, എൻ്റെ കർത്താവ് ദരിദ്രനല്ല, അവൻ ദരിദ്രനായതാ. എവിടെയാ ദരിദ്രനായത്? ക്രൂശിൽ മാത്രം. എവിടെ മാത്രം? ഒരു ക്രൂശിൽ പല എക്സ്ചേഞ്ചുകൾ നടന്നു. ഒന്ന്, അവൻ ദരിദ്രനായി ഞാൻ സമ്പന്നനാകാൻ. പത്രോസിൻ ലേഖനം പറയുന്നു, അവൻ എൻ്റെ പാപം ചുമന്നു ഞാൻ നീതീകരിക്കപ്പെടാൻ. അവൻ അടിപ്പിണരേറ്റു ഞാൻ സൗഖ്യമാകാൻ. ഗലാത്യ ലേഖനം പറയുന്നു, അവൻ ശാപമാക്കപ്പെട്ടു ഞാൻ അനുഗ്രഹമാകാൻ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, ക്രൂശിൽ ഒരു എക്സ്ചേഞ്ച് നടന്നു. ക്രൂശിൽ അവൻ രോഗിയായി, അവൻ ശാപമാക്കപ്പെട്ടു, അവൻ പാപമാക്കപ്പെട്ടു, അവൻ ദരിദ്രനാക്കപ്പെട്ടു. എന്നാൽ ക്രൂശിൽ വെച്ച് ഞാൻ സമ്പന്നനാക്കപ്പെട്ടു, ഞാൻ രോഗസൗഖ്യം പ്രാപിച്ചു, ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ.
ലോകം കണ്ട ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ഓഫർ ക്രൂസിലാണ് നടന്നത്. പല എക്സ്ചേഞ്ച് ഓഫർ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പഴയ ഫ്രിഡ്ജ് കൊണ്ടുവരിക, പുതിയ ഫ്രിഡ്ജ് തരാം. കാര്യം തിരക്കി ചെല്ലുമ്പം കാര്യമായ ലാഭമൊന്നുമില്ല. പ്രൈസ് ലോർഡ്. പൈസ കൊടുക്കണം. പക്ഷെ ഇവിടുത്തെ തകർന്ന ജീവിതം കൊണ്ടുവരിക, നിറഞ്ഞ ജീവിതം കൊണ്ടുപോവുക, രോഗാതുരമായ നിന്റെ ജീവിതം കൊണ്ടുവരിക, ആരോഗ്യമായ ജീവിതം കൊണ്ടുപോവുക. നീ തന്നെ നശിപ്പിച്ച നിന്റെ തകർച്ചയുള്ള ജീവിതം എൻ്റെ കൈ കൊണ്ടുവരിക, എൻ്റെ നിറവ് ഞാൻ നിനക്ക് തരാം. ഓ, കരങ്ങൾ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ആമേൻ. അവൻ സമ്പന്നനാണ്. ആ സമ്പന്നനായ കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തു? ദരിദ്രൻ. ന്യായപ്രമാണം ദാരിദ്ര്യം വരുമെന്നൊരു ശാപം പറയുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ആ നിർവചനം ആവർത്തനം 28 പറയുന്നത് നഗ്നത, വിശപ്പ്, ദാഹം. ഏതൊക്കെയാണ്? വിശപ്പ്, ദാഹം, നഗ്നത. ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ശാപം ദൈവത്തെ വിടുന്നവൻ ഉണ്ടാകുമെന്ന് യഹൂദനോട് പറയുക. അപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഒന്നുമില്ലാത്ത അവസ്ഥ. വിശപ്പും ദാഹവും നഗ്നതയും, ഉടുക്കാനും കൂടില്ല ആ അവസ്ഥയിൽ. ഇന്നിട്ടിരിക്കുന്ന തുണി മാറി വേദന ഉടുക്കാൻ മേലാത്ത അവസ്ഥയിൽ, വീട്ടിൽ 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയിൽ, സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത അവസ്ഥയിൽ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എനിക്കും നിനക്കും വേണ്ടി ക്രൂശിൽ അവൻ നഗ്നനായി, അവൻ വിശന്നു, അവൻ ദാഹിച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പാനപാത്രം അവൻ്റെ മേലാക്കപ്പെട്ടു. അവൻ മരിച്ചടക്കപ്പെട്ടു ഉയർത്തപ്പോൾ പാപപരിഹാരവും ശാപപരിഹാരവും വരുത്തി. ഇനി വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം എനിക്കുള്ളതാണ്. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? എത്ര അധ്വാനിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, എത്ര ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. ഇവിടെ 2 കൊരിന്ത്യർ 8 പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ? യേശുവിൽ വിശ്വസിച്ച മക്കദോന്യ സഭകളെക്കുറിച്ച് അവിടെ പറയുന്നു. കൊരിന്ത്യരോട് പറയുക. പലരും വിചാരിച്ചിരിക്കുന്ന ഈ വാക്യം ആത്മീയ സമ്പന്നരാകുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ദരിദ്രനായി തീർന്നത് നമ്മൾ സമ്പന്നരാകാൻ. പല മീറ്റിങ്ങിലും ഞാൻ ചോർത്തിട്ടുണ്ട്, ഇത് ഏത് സമ്പന്നതയാണ്? എല്ലാവരും പറയും ആത്മീയമായി സമ്പന്നരാകാൻ. അല്ല. നിങ്ങൾ ആ വേദഭാഗം വായിച്ചു നോക്കിക്കേ. മക്കദോന്യ സഭകൾ, അവർക്ക് സാമ്പത്തികമായി ദാരിദ്ര്യമായിരുന്നെങ്കിലും യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലൊരു സമ്പന്നത ഉണ്ടായി. പൗലൂസിനോട് പറഞ്ഞു, ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ കൊടുക്കാൻ പോവാ, ഞങ്ങൾ സമ്പന്നരാ. സാമ്പത്തികമായി കൊടുക്കുന്നതിനെ കുറിച്ചാണ് 2 കൊരിന്ത്യർ 8. അതിൻ്റെ പശ്ചാത്തലം അതാ. എന്നിട്ടാ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ദരിദ്രനായത് തീർന്നത് അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാ. ഈ മക്കദോന്യക്കാർ ഇല്ലായ്മയിലും കൊടുത്തതുപോലെ ഇനി 100 മടങ്ങായി നിങ്ങളുടെ കൈകളിൽ ലഭിച്ച് കൊടുക്കാൻ തക്കവണ്ണം സമ്പന്നത. എന്തോ സമ്പന്നത? ഉറക്കപ്പറ. അതാണ് 2 കൊരിന്ത്യർ 9:8 പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടന്ന ശേഷം ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് കൊടുക്കാനും അവൻ നിങ്ങൾക്ക് അനുഗ്രഹം കൽപ്പിക്കും. അപ്പൊ എന്തുവാ ദൈവത്തിന് ഒരു ദൈവവേദനെ കുറിച്ചുള്ള പദ്ധതി? സ്വന്തം കാര്യം നടക്കണം, കൊടുക്കാനുണ്ടാകണം. ഉറക്കപ്പറ. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു വീടുണ്ടാകണ്ടേ? ഉണ്ടാകണം. നിന്റെ ആ ബിസിനസ് നന്നാകണ്ടേ? നന്നാകണം. നിന്റെ ആ ബിസിനസ്സിനെ ഇല്ലായ്മ ചെയ്തത് ദൈവമല്ല, പിശാച. ദൈവമക്കൾ ചില കാര്യങ്ങൾ അറിയണം. സത്യം അറിഞ്ഞാലേ സാത്താനെ ഓടിക്കാനൊക്കത്തുള്ളൂ. നിന്റെ പേഴ്സിൽ വരുന്ന പൈസ അന്നേരെ പോവാണോ മോഷ്ടിപ്പാനും അറുപ്പാനും വന്നത്? ആ പിശാചിനെ നീ ഇന്നിവിടെ ശാസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടണം. കൊടുക്കാൻ പഠിക്കണം. മക്കദോന്യ സഭ ഉണ്ടായി കഴിഞ്ഞല്ല കൊടുത്തത്, അവരുടെ മനസ്സിൽ അവർ സമ്പന്നരാന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇല്ലായ്മയിൽ കൊടുത്തതുപോലെ ആ വിധവയായ സ്ത്രീ തൻ്റെ കലത്തിലെ അവസാന മാവെടുത്ത് കൊടുത്ത് അപ്പം ചുട്ടു കൊടുത്തതുപോലെ ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ അകത്ത് വന്നത് സമ്പന്നനായ കർത്താവാ. ഇടുക്കങ്ങൾ മാറട്ടെ. ഉള്ള പൈസയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഹൃദയം ഒന്ന് തുറന്നേ. നിന്നെ ഒരു അനേകർക്ക് അനുഗ്രഹമുള്ള മാനപാത്രമാക്കി മാറ്റാൻ പോവാ. എത്ര പേരിന്ന് പകൽക്കാലം ആ നിലയിലാകാൻ അത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെഴുന്നേറ്റ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ തൊട്ട് സമീപം ഇപ്പോൾ അതേശുണ്ട്. കർത്താവെ, എന്നെ തൊടണമേ, ഞാൻ അസ്വസ്ഥതയിലാണ്, ഞാൻ വേദനയിലാണ് എന്ന് പറയുമ്പോൾ കർത്താവ് ആ വേദനയുടെ വാക്ക് മറികടക്കുന്നവനല്ല. നെഞ്ചിന് അതിവേദനയോടെ ഇരിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കണം. യേശു നിങ്ങളെ തൊടും. ചിലപ്പോൾ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് ഫലം കാണുന്നില്ലായിരിക്കും.
ചികിത്സ തെറ്റാണെന്നല്ല, ദൈവവചനം ചികിത്സയ്ക്കെതിരുമല്ല. എന്നാൽ ഡോക്ടർമാർക്ക് കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരം നീളും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ദൈവത്തിന് വല്ലതും അസാധ്യമാണോ എന്ന്. കർത്താവെ, രോഗത്താൽ അതിഭയങ്കരമായി കഷ്ടപ്പെടുന്ന നിരവധി പേർ, വളരെ വേദനപ്പെടുന്നവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരം നീട്ടുന്നതിനായി സ്തോത്രം. നെഞ്ചിന് വലിയ അതിവേദന എടുക്കുന്ന, നെഞ്ചിനകത്ത് പിടിച്ചു മുറുക്കുന്ന പോലെ തോന്നുന്ന എല്ലാ വേദനകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. ശരീരത്തിൽ ഈ വല്ലാതെ ഇരുണ്ടു പോകുന്ന, സാധാരണ നിറമുള്ള വ്യക്തി ചിലപ്പോൾ ഇരുണ്ടവർ തന്നെയായിരിക്കും, പക്ഷേ എന്തോ കരുവാളിക്കുന്ന പോലെ ശരീരം മുഴുവൻ വല്ലാത്ത നിറം മാറുന്ന ആരോ എന്നെ കേൾക്കുന്നു. ആ കർത്താവിൻ്റെ കരം ഈ നിമിഷം തന്നെ അവരെ തൊട്ട് അവിടുന്ന് പൂർണ്ണ സൗഖ്യമാക്കണം. കർത്താവെ, ഞങ്ങൾ വായിക്കുന്നു, അങ്ങ് കുഷ്ഠരോഗികളെ തൊട്ടപ്പോൾ അവർ സൗഖ്യമായി. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം പുലരണം. യേശു കർത്താവാണെന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിടുതലുകൾ ഈ നമ്പറിൽ അറിയിക്കണം. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, യേശു കർത്താവ് ആരുടെയും, ഒരു വിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് ആരുടെയും അല്ല, മാനവ ജാതിക്ക് വേണ്ടി ദൈവം തന്ന രക്ഷയാണ് ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. നിങ്ങളുടെ സമീപമുണ്ട്. ആ യേശുവിനൊന്ന് ഹൃദയം വിട്ടുകൊടുത്താൽ നമ്മൾ രൂപാന്തരപ്പെടും. നമുക്ക് പ്രത്യാശ ഉണ്ടാകും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉറപ്പുണ്ടാകും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह, तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह, तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू।